ലോകരക്ഷകൻ്റെ മാതാവേ, ഞങ്ങളുടെ കുടുംബങ്ങളിൽ ധാരാളം കുഞ്ഞുങ്ങൾ ജനിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കണമേ. ആമേൻ. സ്നേഹമുള്ളവരെ, വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 18 മുതൽ 25 വരെയുള്ള തിരുവാക്യങ്ങൾ ആധാരമാക്കിയാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത്. യേശുവിന് പേരിടുന്ന കാര്യമാണ് മുഖ്യ വിഷയം. ആ പേര് പിതാവായ ദൈവം ദൂതനിലൂടെ പറഞ്ഞു കൊടുക്കുന്നതാണ്. അതിന് വലിയ അർത്ഥമുണ്ട്, അതിലുപരി വലിയ ശക്തിയുണ്ട്. കാരണം അത് ദൈവത്തിൽ നിന്ന് വന്നതാണ്. മനുഷ്യൻ്റെ ഇച്ഛയിൽ നിന്നോ ലോകത്തിൻ്റെ പ്രശസ്തിയിൽ നിന്നോ ഒന്നും വന്നതല്ല. ആ നാമത്തിൻ്റെ ശക്തി ലോകരക്ഷയാണ്. നടപടി പുസ്തകത്തിലെ 3-ാം അധ്യായത്തിലെ മുടന്തൻ സുഖപ്പെടുന്നത് ഒന്ന് വായിച്ചു നോക്കുക. ഇപ്പോൾ തന്നെ വായിക്കണം. അതിലെ 6-ാം തിരുവാക്യം, സ്വർണത്തേക്കാൾ വെള്ളിയേക്കാൾ വിലപ്പെട്ട യേശു നാമത്തിൻ്റെ ശക്തി നമുക്കവിടെ കാണാം. അവിടെ മുടന്തൻ എഴുന്നേറ്റ് നടന്നു എന്ന് നമ്മൾ വായിക്കുന്നു. ഇന്ന് പല കുടുംബങ്ങളിലും പലരും എഴുന്നേറ്റ് നടക്കാൻ സാധിക്കാതെ ജീവിക്കുന്നുണ്ടെങ്കിൽ യേശു നാമത്തിൽ വിശ്വസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക. അപ്പോൾ നിന്റെ കുടുംബം രക്ഷപ്പെടും. ഈ സത്യം നമ്മൾ അറിയേണ്ടത് മാത്രമല്ല, അറിഞ്ഞ് വിശ്വസിച്ച് ആശ്രയിച്ച് ജീവിച്ചാൽ നീ രക്ഷപ്രാപിക്കും. യേശുവിൻ്റെ നാമകരണ തിരുനാൾ ജനുവരി 1-ാം തീയതിയാണ് എന്ന് എല്ലാവരും അറിയുക. ഇനി നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പേരിടുന്നതിനെക്കുറിച്ച് ഒന്ന് ചിന്തിച്ചു നോക്കുക. നമ്മൾ വിശുദ്ധാത്മാക്കളുടെ പേരിടണം എന്നാണ് സഭ പഠിപ്പിക്കുന്നത്. എന്നാൽ നമ്മളിടുന്ന പേരോ? വിശുദ്ധാത്മാക്കളുടേത് ഇട്ടാൽ അവർ നമ്മളുടെ സ്വർഗീയ മധ്യസ്ഥരാവും. എന്നാൽ ലോകപ്രശസ്ത നേതാക്കളുടെയും കളിക്കാരുടെയും അഭിനേതാക്കളുടെയുമൊക്കെ പേരിട്ടാൽ അവർ ദൈവത്തിരുമുമ്പിൽ മധ്യസ്ഥരാകുമോ? തീർച്ചയായുമില്ല. അവർക്കത് സാധ്യവുമല്ല. എന്നാൽ സ്വർഗീയ മധ്യസ്ഥരായി സഭ നിശ്ചയിച്ച വിശുദ്ധാത്മാക്കളുടെ പേരിട്ട് വിശ്വാസത്തോടെ മാധ്യസ്ഥം തേടിയാൽ അവർ നമ്മുടെ ആത്മീയ ഭൗതിക ആവശ്യങ്ങളിൽ മധ്യസ്ഥരായി നിന്നുകൊണ്ട് നമ്മെ എപ്പോഴും സഹായിച്ചു കൊണ്ടിരിക്കും. അതിന് മാതാപിതാക്കൾക്ക് വിശ്വാസം ആവശ്യമാണ്. അതില്ലെങ്കിൽ ഇത് നടക്കില്ല. ആധുനികതയുടെ പേര് പറഞ്ഞ് വല്ലതുമൊക്കെ നമ്മൾ ചെയ്തു കൂട്ടും. ഈ 25 നോമ്പിൽ ഈ വിഷയം ചിന്തിച്ച് എൻ്റെ കുടുംബത്തിൽ വേണ്ടുന്ന തീരുമാനങ്ങൾ എടുത്ത് ഇനി മുന്നോട്ട് പോകാം. യേശുവിൻ്റെ നാമത്തിൽ വിശ്വസിക്കാം, ആശ്രയിക്കാം. നമുക്ക് നമ്മുടെ ദൈവത്തിൽ ആശ്രയിക്കാം. ദൈവം നമ്മെ രക്ഷിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ കുടുംബങ്ങളോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സ്നേഹപൂർവ്വം, ജോണച്ചൻ, പുൽക്കൂട്ടിലേക്ക്.